സംഖ്യ 33 അധ്യായം. മോശയുടെയും അഹറോന്റെയും കരം വഴി ഈജിപ്ത് ദേശത്ത് നിന്ന് സൈന്യഗണങ്ങളായി പുറപ്പെട്ട ഇസ്രായേല്യരുടെ താവളങ്ങൾ ഇവയാണ്. അവരുടെ താവളങ്ങളനുസരിച്ചുള്ള പുറപ്പാടുകൾ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശ കുറിച്ചുവെച്ചു. അവയാണ് അവരുടെ പുറപ്പാടുകളനുസരിച്ചുള്ള താവളങ്ങൾ. അവർ റംസസിൽ നിന്ന് ആദ്യ മാസം, അതായത് 1-ാം മാസത്തിൻ്റെ 15-ാം ദിവസം യാത്ര തിരിച്ചു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേല്യർ ഉയർന്ന കരത്തോടെ ഈജിപ്തുകാരെല്ലാം കാണെ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ തങ്ങളുടെ ഇടയിൽ കർത്താവ് സംഹരിച്ച തങ്ങളുടെ ഓരോ കടിഞ്ഞൂലിനെയും സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ ഇടയിലും കർത്താവ് വിധികൾ നടപ്പാക്കിയിരുന്നു. ഇസ്രായേല്യർ റംസസിൽ നിന്ന് നീങ്ങി സുക്കോത്തിൽ പാളയമടിച്ചു. അവർ സുക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള യത്താമിൽ പാളയമടിച്ചു. യത്താമിൽ നിന്ന് പാളയം നീക്കിയിട്ട് അവർ തിരിഞ്ഞ് ബാൽസഫോന് അഭിമുഖമായ പിഹഹീറോത്തിനരികിലായി മിഗ്ദോലിന് മുമ്പിൽ തങ്ങി. എന്നിട്ട് പിഹഹീറോത്തിന് മുമ്പിൽ നിന്ന് മുന്നേറി കടലിന് നടുവിലൂടെ മരുഭൂമിയിലേക്ക് നടന്നു. യത്താം മരുഭൂമിയിലൂടെ 3 ദിവസത്തെ വഴി സഞ്ചരിച്ച് അവർ മാറായിൽ പാളയമടിച്ചു. അവർ മാറായിൽ നിന്നു നീങ്ങി എലീമിലേക്ക് വന്നെത്തി. എലീമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവർ അവിടെ പാളയമടിച്ചു. ഏലിമിൽ നിന്നു നീങ്ങി ചെങ്കടലിനരികെ അവർ പാളയമടിച്ചു. പിന്നീട് ചെങ്കടലിങ്കൽ നിന്ന് പാളയം നീക്കി സിൻ മരുഭൂമിയിൽ തങ്ങി. സിൻ മരുഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് ദൊഫ്കയിൽ പാളയമടിച്ചു. ദൊഫ്കയിൽ നിന്ന് നീങ്ങി അവർ ആലൂഷിൽ തങ്ങി. ആലൂഷിൽ നിന്ന് യാത്ര ചെയ്ത് റഫിദീമിൽ പാളയമടിച്ചു. അവിടെ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അവർ റഫിദീമിൽ നിന്ന് പാളയം നീക്കി സീനായ് മരുഭൂമിയിൽ തങ്ങി. സീനായ് മരുഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് അവർ കിബ്രോത്ത് ഹത്താവയിൽ പാളയമടിച്ചു. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് നീങ്ങി ഹസേറോത്തിൽ പാളയമടിച്ചു. അവർ ഹസേറോത്തിൽ നിന്ന് പാളയം നീക്കി റിത്മായിൽ തങ്ങി. റിത്മായിൽ നിന്ന് യാത്ര ചെയ്ത് റിമ്മോൻ പേരസിൽ പാളയമടിച്ചു. അവർ റിമ്മോൻ പേരസിൽ നിന്ന് നീങ്ങി ലിബ്നയിൽ തങ്ങി. ലിബ്നയിൽ നിന്ന് മുന്നേറി അവർ റിസായിൽ പാളയമടിച്ചു. റിസായിൽ നിന്ന് പാളയം നീക്കി അവർ കെഹേലാത്തായിലാണ് തങ്ങിയത്. കെഹേലാത്തായിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഷെഫർമലയിൽ പാളയമടിച്ചു. പിന്നീട് ഷെഫർമലയിൽ നിന്ന് മുന്നേറി ഹരാദായിൽ തങ്ങി. ഹരാദായിൽ നിന്ന് പാളയം നീക്കി അവർ മഖ്ഹേലോത്തിലാണ് പാളയമടിച്ചത്. മഖ്ഹേലോത്തിൽ നിന്ന് നീങ്ങി തഹത്തിൽ പാളയമടിച്ചു. തുടർന്ന് തഹത്തിൽ നിന്ന് യാത്ര ചെയ്ത് അവർ തേരഹിൽ തങ്ങി. തേരഹിൽ നിന്ന് മുന്നേറി മിത്കായിൽ പാളയമടിച്ചു. പിന്നെ മിത്കായിൽ നിന്ന് പാളയം നീക്കി അവർ ഹഷ്മോനായിലാണ് തങ്ങിയത്. ഹഷ്മോനായിൽ നിന്ന് നീങ്ങി മൊസേറോത്തിൽ പാളയമടിച്ചു. അവർ മൊസേറോത്തിൽ നിന്ന് യാത്ര ചെയ്ത് ബെനേയാക്കാനിൽ തങ്ങി. ബെനേയാക്കാനിൽ നിന്ന് മുന്നേറി ഗിദ്ഗാദിലെ ഹോറിൽ പാളയമടിച്ചു. ഗിദ്ഗാദിലെ ഹോറിൽ നിന്ന് പാളയം നീക്കിയ അവർ യോത്ബാത്തായിലാണ് തങ്ങിയത്. തുടർന്ന് അവർ യോത്ബാത്തായിൽ നിന്ന് അബ്രോനായിൽ പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് യാത്ര ചെയ്ത് യെസിയോൻ ഗേബറിൽ തങ്ങി. അവർ യെസിയോൻ ഗേബറിൽ നിന്ന് പാളയം നീക്കി സീൻ മരുഭൂമിയിൽ, അതുതന്നെയാണ് കാദഷ്, പാളയമടിച്ചു. കാദഷിൽ നിന്ന് ഏദോം ദേശാതിർത്തിയിലുള്ള ഹോർമലയിൽ പാളയമടിച്ചു. പുരോഹിതനായ അഹറോൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹോർമലയിലേക്ക് കയറി. അവിടെ വെച്ച് അവൻ മരിച്ചു. ഇസ്രായേല്യർ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 40-ാം വർഷം 5-ാം മാസം മാസത്തിൻ്റെ 1-ാം തീയതിയായിരുന്നു ഇത്. ഹോർമലയിൽ വെച്ച് അഹറോൻ മരിക്കുമ്പോൾ അവന് 123 വയസ്സായിരുന്നു. കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരാദ് രാജാവ് ഇസ്രായേല്യർ വരുന്നതായി കേട്ടു. അവർ ഹോർമലയിൽ നിന്നു നീങ്ങി സൽമോനായിൽ പാളയമടിച്ചു. സൽമോനായിൽ നിന്ന് പാളയം നീക്കി അവർ പൂനോനിൽ തങ്ങി. പൂനോനിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഓബോത്തിൽ പാളയമടിച്ചു. ഓബോത്തിൽ നിന്ന് അവർ നീങ്ങി മൊവാബിൻ്റെ അതിർത്തിയിലുള്ള ഈയെ അബാറിമിലാണ് പാളയമടിച്ചത്. അവർ ഈയിമിൽ നിന്ന് യാത്ര ചെയ്ത് ദീബോൻഗാദിൽ തങ്ങി. ദീബോൻഗാദിൽ നിന്ന് നീങ്ങി അവർ ദിബ്ലാത്തായിമിലേക്കുള്ള അൽമോനിൽ പാളയമടിച്ചു. ദിബ്ലാത്തായിമിലേക്കുള്ള അൽമോനിൽ നിന്ന് പാളയം നീക്കി നെബോയ്ക്ക് മുമ്പിലായി അബാറിം മലകളിൽ തങ്ങി. അബാറിം മലകളിൽ നിന്ന് യാത്ര ചെയ്ത് ജെറീക്കോയ്ക്ക് സമീപം ജോർദാനക്കരെ
മോവാബ് സമതലങ്ങളിൽ പാളയമടിച്ചു. ജോർദാന് സമീപത്ത് മോവാബ് സമതലങ്ങളിൽ ബെത്യഷീമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെയാണ് അവർ പാളയമടിച്ചത്. ജെറീക്കോയ്ക്ക് സമീപം ജോർദാനക്കരെ മോവാബ് സമതലങ്ങളിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രസ്താവിച്ചു പറയുക, നിങ്ങൾ കാനാൻ ദേശത്തേക്ക് ജോർദാൻ കടക്കുമ്പോൾ തദ്ദേശവാസികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്നൊഴിപ്പിച്ച് അവരുടെ ശിലാവിഗ്രഹങ്ങൾ തകർക്കുകയും ലോഹപ്രതിമകൾ ഉടയ്ക്കുകയും പൂജാഗിരികൾ ഉന്മൂലനം ചെയ്യുകയും വേണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം കൈവശമാക്കാൻ ഞാൻ നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് നറുക്കെടുപ്പിലൂടെ നിങ്ങൾ ദേശം കൈവശമാക്കണം. വലുതിന് അതിൻ്റെ അവകാശം നിങ്ങൾ കൂട്ടണം, ചെറുതിന് അതിൻ്റെ അവകാശം നീ കുറയ്ക്കണം. ഒരുവന് കുറി എവിടേക്ക് വീഴുന്നുവോ അതായിരിക്കും അവനുള്ളത്. നിങ്ങളുടെ പിതൃഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അവകാശമാക്കേണ്ടത്. എന്നാൽ നിങ്ങൾ തദ്ദേശവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കാതിരുന്നാൽ അവരിൽ നിന്ന് നിങ്ങൾ അവശേഷിപ്പിക്കുന്നവൻ നിങ്ങളുടെ കണ്ണുകളിൽ സൂചികളും നിങ്ങളുടെ പാർശ്വങ്ങളിൽ മുള്ളുകളും ആയിത്തീരും. നിങ്ങൾ വസിക്കുന്ന ദേശത്ത് അവർ നിങ്ങളെ ഞെരുക്കും. ഞാൻ അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കും ഞാൻ നിങ്ങളോട് ചെയ്യുന്നത്.